ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ എന്നുള്ളത് വർക്കലയ്ക്ക് സമീപം ചെമ്മരുതി ഗ്രാമപഞ്ചായത്തിലെ ബംഗ്ലാവുമുക്ക് എന്ന സ്ഥലത്താണ്. ഇവിടെ 30ഓളം കുടുംബങ്ങൾ കഴിഞ്ഞ 2 മാസത്തിലേറെയായി കുടിവെള്ളം ഇല്ലാത്ത അവസ്ഥയിലാണ്. കാരണമായി പറയുന്നത് ഇവർക്ക് പെട്ടെന്നൊരു ദിവസം കുടിവെള്ളത്തിൽ ദുർഗന്ധവും നിറമാറ്റവും അത് അനുഭവപ്പെട്ടു. തുടർന്ന് ഇവർ വെള്ളം പരിശോധനയ്ക്ക് വേണ്ടി അയച്ചു. പരിശോധനാ ഫലം വന്നപ്പോൾ കുടിവെള്ളം ഉപയോഗയോഗ്യമല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പഞ്ചായത്തോ മറ്റധികൃതരോ ഇവർക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടില്ല. വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ ഈ ഭാഗത്തുണ്ടെങ്കിലും ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ് വെള്ളം വരുന്നതെന്നും ഇവർക്ക് പരാതിയുണ്ട്. ഇവരുടെ പരാതികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിക്കാം. നമ്മളോടൊപ്പം ഈ 30 കുടുംബങ്ങളിലെയും ജനങ്ങൾ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരിലേക്ക് തന്നെ പോകാം. ബംഗ്ലാവിൽ മുക്ക് നിവാസികളായ നാട്ടുകാരാണ് നമ്മളോടൊപ്പം ഉള്ളത്. എന്താണ് കഴിഞ്ഞ 3 മാസമായി നിങ്ങൾക്ക് കുടിവെള്ളത്തിലുള്ള പ്രശ്നം പറയുന്നത്? നമ്മൾ ഇവിടെ ഇത് ചെമ്മരുതി പഞ്ചായത്തിലെ 19-ാം വാർഡിൻ്റെ സൈഡിലാണിത്, ബംഗ്ലാവുമുക്ക് എന്നുള്ള സ്ഥലം. ഇവിടെ ഈ പ്രദേശത്തിന് ചുറ്റുപാടും ഏകദേശം ഒരു 250-300 മീറ്റർ ചുറ്റളവിൽ ഉള്ള കിണറുകളിലെ വെള്ളത്തിന് അമിതമായ സ്മെല്ലും അതിൽ ടേസ്റ്റ് വ്യത്യാസവും അനുഭവപ്പെട്ടത് ഒക്ടോബറിലാണ്. ഒക്ടോബർ മാസം ഒരു കിണറിലോ 2 കിണറിലോ ആണെന്ന് ഞങ്ങൾ വിചാരിച്ചെങ്കിലും പിന്നെ ആളുകളെല്ലാം പരാതി പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇതൊരു പരിസരത്തിലുണ്ടായ ഒരു പ്രശ്നമാണെന്ന് മനസ്സിലായി. അതിനുശേഷം ഞങ്ങൾ ഒരു പഞ്ചായത്തിൽ ഒക്ടോബർ 25-ാം തീയതി ഒരു വെർബലായിട്ട് പഞ്ചായത്ത് മെമ്പറിൻ്റെ അടുത്തും പഞ്ചായത്തിലും റിട്ടേണായിട്ടും ലെറ്റർ കൊടുത്തിരുന്നു. പക്ഷേ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഇതിലൊരു നടപടി എടുക്കാൻ ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ വെള്ളം കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തിട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ വെള്ളം ഞങ്ങൾ വാട്ടർ അതോറിറ്റിയുടെ ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തു. ഇപ്പോൾ 2 കിണറിലെ വെള്ളമാണ് ടെസ്റ്റ് ചെയ്തത്. ഈ 2 കിണറിലെ വെള്ളവും ഭക്ഷ്യയോഗ്യമല്ല എന്ന് അവർ റിപ്പോർട്ട് തന്നു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വീണ്ടും പരാതി ഒരു മാസ് പെറ്റീഷൻ പഞ്ചായത്തിൽ കൊടുത്തു. ഇവിടുത്തെ പാലനിന്ന പോയിക റെസിഡൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഒരു മാസ് പെറ്റീഷൻ പഞ്ചായത്തിൽ കൊടുത്തു. അതിനുശേഷം അവർ ഒരു നടപടി എടുത്തില്ല. എന്നാൽ തന്നെയും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അവരൊരു 3 കിണറുകളിലെ വെള്ളം ടെസ്റ്റിന് എടുത്തുകൊണ്ട് പോയി. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾ വേറെ പരാതിയാണ് കൊടുത്തിരുന്നത്. അവിടെ നിന്ന് കൊണ്ടുപോയി അവരുടെ ലാബിൽ, പബ്ലിക് ഹെൽത്ത് ലാബിൽ വെള്ളം ടെസ്റ്റ് ചെയ്തിട്ട് ഈ 3 കിണറുകളിലെയും വെള്ളം ഭക്ഷ്യയോഗ്യമല്ല എന്ന് അവർ 100% പറഞ്ഞു. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ കയ്യിൽ ഈ ഒരു സ്ഥാപനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മെഷീനെ പറ്റി യാതൊരു ഡീറ്റെയിൽസും ഇല്ല. പഞ്ചായത്തിൻ്റെ കയ്യിൽ ഈ പറയുന്ന സ്ഥാപനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മെഷീൻസിനെ പറ്റി ഒരു വിവരവും ഇല്ല. ഇനി ഞാൻ പറയുകയാണ് അവിടെ കള്ളനോട്ട് അടിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എതിർക്കാൻ പറ്റില്ല. കാര്യം അവരുടെ കയ്യിൽ ഒരു ഡോക്യുമെൻറ്റും ഇല്ല. അവിടെ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് എന്താണ് എന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനോ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് അറിയത്തില്ല. അവിടെ ഡിസ്ചാർജ് ചെയ്യുന്ന മെറ്റീരിയൽ അല്ലെങ്കിൽ അവരുടെ വേസ്റ്റ് എന്താണെന്ന് അവർക്ക് അറിയില്ല. അവിടെ എന്താണ് പ്രോഡക്റ്റ് എന്ന് മാത്രമേ അറിയത്തുള്ളൂ. അത് എഴുതിയിരിക്കുന്നത് 1000 മാഗസീൻസ് പെർ ഡേ. ഇവരിതിനെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് കാണിച്ചിരിക്കുന്നതും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചിരിക്കുന്നതും എല്ലാം ഫേക്കായിട്ടുള്ളതാണ്. ഞാൻ വിവരാവകാശത്തിൻ്റെ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് തരാം. അവിടെ ഇരുന്ന ബിൽഡിങ്ങുകൾ പോലും അൺഓതറൈസ്ഡ് ബിൽഡിങ്സ് ആണ്. മൂന്നാമത്തെ കാര്യം, ഞങ്ങൾ പഞ്ചായത്തിനോട് പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് ജനങ്ങൾക്ക് വേറൊരു ആൾട്ടർനേറ്റീവ് വാട്ടറിൻ്റെ അറേഞ്ച്മെൻറ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. അവർ ചെയ്യാതിരുന്നതിനകത്ത് കൂടുന്നത് നമ്മൾ ഡിസംബർ 2-ാം തീയതി ഒരു ധർണ നടത്തിയിരുന്നു പഞ്ചായത്ത്. എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് ചാനലുകളിലൊക്കെ വന്നതാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞതും ഞങ്ങൾ ആൾട്ടർനേറ്റീവ് വാട്ടറിനുള്ള അറേഞ്ച്മെൻറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുന്നതാണെന്ന് കളക്ടറിന് ലെറ്റർ അയക്കുമെന്നും പറഞ്ഞിരുന്നു. കളക്ടറിന് അയച്ച ലെറ്ററിൻ്റെ കോപ്പി ഞങ്ങൾ ചോദിച്ചു, ഇതുവരെ തന്നിട്ടില്ല. ഞങ്ങൾ റെസിഡൻസ് അസോസിയേഷൻ കളക്ടർക്ക് ഒരു ലെറ്റർ അയച്ചിരുന്നു. അതിലും ഇതുവരെ ആക്ഷനൊന്നും ഉണ്ടായിട്ടില്ല. ഇതുവരെ വെള്ളം നമുക്ക് കിട്ടിയിട്ടില്ല. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ലെറ്റർ വന്നതിന് ശേഷമെങ്കിലും പഞ്ചായത്തുകാർ എന്തെങ്കിലും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചു, അതും കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ജനങ്ങൾ, ഇവിടെയുള്ള ജനങ്ങൾ ഈ ഹൈ അസിഡിക് ആയിട്ടുള്ള വെള്ളം കുടിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് മൊത്തത്തിൽ അവർക്ക് അറിയില്ല. പാവപ്പെട്ട ജനങ്ങളാണ്. ഇത് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ആദ്യം വരുന്ന അസിഡിറ്റിയാണ്. അസിഡിറ്റി കഴിഞ്ഞതിന് ശേഷം അൾസർ പോലുള്ള അസുഖങ്ങൾ വരാം. ഇന്റേണൽ ഓർഗൻസ് ഓരോന്നോരോന്ന് ഡാമേജ് ചെയ്യാം. ഇവിടെ ഉള്ളതിൽ പലർക്കും ക്രോണിക്കായിട്ട് വയറ്റിന് അസുഖമുള്ള ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ക്യാൻസർ പേഷ്യൻസിനുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ പൊല്യൂഷനിൽ നിന്ന് വന്നതാണോ എന്നുള്ള സംശയമാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഞങ്ങൾക്ക് ഇപ്പം അധികാരികളുടെ അടുത്ത് പോയിട്ട് ഉത്തരം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളോട് മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ പോലും ബയാസ്ഡാണ്. ഞങ്ങൾ സെക്രട്ടറിയുടെ അടുത്ത് ചെന്ന്, ഞങ്ങൾ അസോസിയേഷൻ്റെ പ്രതിനിധികൾ സെക്രട്ടറിയുടെ അടുത്ത് നിന്ന് സംസാരിച്ചപ്പോൾ സെക്രട്ടറി പറഞ്ഞത്, എനിക്ക് ഭയങ്കരമായ പൊളിറ്റിക്കൽ പ്രഷറുണ്ട്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ പൊളിറ്റിക്കൽ പ്രഷർ ജനങ്ങൾക്ക് വേണ്ടിയല്ല പൊളിറ്റിക്കൽ പാർട്ടീസെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പാർട്ടി കൊണ്ടു നടക്കുന്നത്?
നമ്മളെ കിണറ്റിലാണ് ആദ്യമേ വന്നത്. ഒരു 7-8 കൊല്ലത്തിന് മുമ്പേ ഇങ്ങനെ വന്നു. അന്ന് നമ്മളെ കിണറ്റിൽ മാത്രമേ ഉള്ളായിരുന്നു. നമ്മൾ ആരടുത്തും ഒരു പരാതി പെടാനും പോയിട്ടില്ല. നമ്മൾ മാത്രമേ ഉള്ളായതുകൊണ്ട് ആരടുത്തും ഒരു പരാതി പെടാൻ പോയിട്ടില്ല. അന്ന് നമ്മൾ വെള്ളം ചുമട്ടുവെള്ളം ഒരു 4-5 വർഷം കോരി പിന്നെ ഒരു 7-8 പ്രാവശ്യം കിണർ ഇറച്ചതിന് ശേഷമാണ് പിന്നെ നമ്മളത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് നമ്മളെ വീട്ടിൽ എൻ്റെ ഭർത്താവിനാണെങ്കിൽ വെള്ളം കുടിക്കുമ്പോഴും ഒക്കെ ചൊറിച്ചിലും പുറവും എല്ലാം ചൊറിച്ചിലും ഇതൊക്കെയായിരുന്നു. അത് വർഷങ്ങൾ മുമ്പേ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മളെ കിണറ്റിൽ ആദ്യമേ വന്നിട്ട് 7-8 കൊല്ലമായി. അന്ന് ഞാൻ ആരടുത്തും പരാതി പറയാൻ പോയില്ല. കാരണം എന്ന് വെച്ചാൽ ഇറങ്ങാൻ ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ അല്ല താമസിക്കുന്നത്. എൻ്റെ മോന് വീട് വെച്ച് അവിടെയാണ് താമസിക്കുന്നത്. ആ പെരയുടെ ഇപ്പം നമുക്ക് ഒന്ന് വാടകയ്ക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ അത് വിൽക്കാനോ ഉള്ള ഒരു ഇതും പറ്റത്തില്ല. നമുക്ക് കുറേ കടമുണ്ട്, അത് വിൽക്കാന്ന് വെച്ചാൽ ആരും മേടിക്കത്തില്ല. കാരണം ഈ കുടിവെള്ളം ഇങ്ങനെ കുടിവെള്ളം ഉണ്ടെങ്കിലല്ലേ അത് കൊടുക്കാൻ പറ്റത്തോ ആണ് കാര്യം. ഈ വെള്ളം പിന്നെ ഇപ്പം കുറച്ച് ഈ ഇടക്കാലത്ത് ഒത്തിരി വെള്ളത്തിനൊരു ചെറിയ ഒരു സ്മെല്ല് പോലെയും ചൊറിച്ചിലും പച്ചവെള്ളം കുടിക്കുമ്പോൾ വായിക്കാത്തൊരു ഒരുമാതിരി ചൊറിച്ചിൽ, നാക്ക് ഒരുമാതിരി എരിച്ചിൽ പോലെയൊക്കെ ഉണ്ടായി. ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഗുളിക കഴിക്കാൻ വേണ്ടി ഒരു 1/2 ഗ്ലാസ് മറ്റേ തിളപ്പിച്ച വെള്ളം കുടിക്കുകയുള്ളായിരുന്നു. പച്ചവെള്ളം കുടിച്ച് എനിക്ക് ഈ വയറ് മൊത്തത്തിലങ്ങ് ഒരു വേദന. 2 ദിവസം ഞാൻ കൊണ്ട് നടന്നു. എന്നിട്ട് എനിക്ക് സഹിക്കാൻ വയ്യാതെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ദണ്ട ഈ ഞരമ്പ് പോലും കിട്ടിയില്ല. പിന്നെ ഇവിടെ നിന്നൊക്കെയാണ് അവർ ബ്ലഡ് എടുത്ത് 2 പ്രാവശ്യം ടെസ്റ്റ് ചെയ്തു. അപ്പോൾ 2 സംശയം കൊണ്ട് വീണ്ടും എടുത്തു. അപ്പോഴതും വെള്ളത്തിൻ്റെ ഇത് തന്നെ എന്നാണ് അവർ പറയുന്നത്. വേറെ ഒന്നും ഞാൻ പുറത്തുനിന്നൊന്നും ഫുഡ് ഒന്നും അങ്ങനെയൊന്നും കഴിക്കാറില്ല, കഴിച്ചിട്ടുമില്ല. എനിക്ക് ക്യാൻസറിൻ്റെ ഇതും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും കഴിക്കത്തില്ല. അപ്പം ഈ 2 പ്രാവശ്യം അവർ സംശയം കൊണ്ട് വീണ്ടും എടുത്ത് നോക്കിയപ്പോഴും വെള്ളത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. ഇപ്പം എൻ്റെ കൊച്ചുങ്ങൾ പോലും ഇങ്ങോട്ട് വരാറില്ല. കാരണം വന്നാൽ ഈ കിണറ്റിലെ വെള്ളമല്ലേ കൊച്ചുങ്ങൾ കുടിക്കേണ്ടത്. അതുകൊണ്ട് ഇപ്പോൾ ആ കൊച്ചുങ്ങളെ പോലും എനിക്കിപ്പോൾ കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. കുടിവെള്ളം എങ്ങനെയാണ് കിട്ടുന്നത്? കുടിവെള്ളം നമ്മൾ ഈ പൈപ്പിലെ വെള്ളം, ലൈൻ വെള്ളം ഉണ്ട്. അതാണ് ഇപ്പം നമ്മൾ കൂടുതലും കുളിക്കാനും ബാക്കിയുള്ള കാര്യത്തിനും ഉപയോഗിക്കുന്നത്. വേറെ വെള്ളം നമ്മളെ കൊണ്ട് മേടിക്കാൻ അത്രയ്ക്കുള്ള സാമ്പത്തികമൊന്നും ഇല്ല. കിണറ്റിലെ വെള്ളം കോരി തന്നെയാണ് എടുത്ത് പിന്നെ അത് ഒരുപാട് വട്ടം തിളപ്പിച്ചിട്ട് എടുത്തിട്ടാണ് നമ്മളത് കുടിക്കുന്നത്. കുറച്ച് നാളുകൊണ്ട് വെള്ളത്തിനൊരു വ്യത്യാസം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ചല്ല ഒരു 2 മാസം കൊണ്ട് വയറുവേദന ഉണ്ടായിരുന്നു. പിന്നെ കണ്ണ് ചൊറിച്ചില്ല. ഞാൻ ഡോക്ടറെ പോയി കണ്ട് കണ്ണിൽ മരുന്നൊഴിച്ചെങ്കിലും അത് മാറിയില്ല. ഇപ്പോൾ ആ വെള്ളത്തിൽ ആ വെള്ളം കുടിക്കാതെ ഇരുന്നപ്പം വയറുവേദനയില്ല, കണ്ണ് ചൊറിച്ചിലും ഇല്ല. കുടിവെള്ളം ഇല്ലാത്തത് വലിയൊരു ബുദ്ധിമുട്ടാണ്. നമുക്കൊന്നും മേടിച്ച് കുടിക്കാനുള്ള നിവൃത്തിയില്ല. പൈപ്പ് ലൈനുണ്ട്, അതിലില്ല. ഒരാഴ്ചയൊക്കെ ആകുമ്പോഴാണ് വരുന്നത്. കുട്ടികളുണ്ടായിരുന്നു, ഇപ്പം അവരവിടെ നിന്ന് മാറ്റി. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. മോളും വരുന്നില്ല. ഇപ്പം വെള്ളം ഇല്ലാത്തത് കൊണ്ട് ഒരാളാകുമ്പോൾ എങ്ങനെയെങ്കിലും വെള്ളം ഇതായി പോകും. അപ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ് വെള്ളം. എങ്ങനെയാണ് വെള്ളം അനുഭവപ്പെട്ടുണ്ടെങ്കിൽ? നമുക്ക് വെള്ളത്തിൽ നല്ല പുളിപ്പും അസിഡിക്കായി മനസ്സിലായി. കുറച്ച് നാളായി രൂക്ഷമായ ഗന്ധമുണ്ട്. നമ്മൾ മറ്റ് വീടുകളിൽ നിന്നാണ് വെള്ളം കൊണ്ടുവന്ന് ഉപയോഗിക്കുന്നത്. ദൂരെ വീടുകളിൽ നിന്ന് കൊണ്ടുവന്നാണ് വെള്ളം ഉപയോഗിക്കുന്നത്. അപ്പം കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കുട്ടികൾക്ക് പിന്നെ കുടിവെള്ളം എങ്ങനെ കൊടുക്കാൻ പറ്റും? വേറെ വീടുകളിൽ നിന്ന് ദൂരെ പോയി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. സ്ഥിരമായി നമ്മൾ എത്ര നാളിങ്ങനെ മറ്റ് വീടുകളിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ട്, വളരെ ബുദ്ധിമുട്ടാണ്. ഈ വാർഡ് മെമ്പർ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കുടിവെള്ളത്തിന്റെ പ്രശ്നം. അപ്പോൾ അവരൊന്നും ചെയ്യാൻ ഒന്നും നമുക്ക് അവരാരും സഹകരിക്കുന്ന ലക്ഷണമില്ല. ഇപ്പം നമ്മളെ അസുഖങ്ങളൊക്കെ ഈ സ്ഥിരമായി ഇത് ഉപയോഗിക്കുമ്പം അറിയാമല്ലോ, തൈറോയിഡ് പോലുള്ള അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ടാകും കുട്ടികൾക്കും. നമുക്ക് ഉടനടി എന്തെങ്കിലും ഒരു പരിഹാരം ലഭിക്കണമെന്നാണ് അപേക്ഷിക്കുന്നത്. നമ്മുടെ കിണറ്റിൽ നല്ല ഇതുണ്ട്, തടുപ്പായിരുന്നു. ഇവർ പറയുന്നതിന് മുമ്പേ എനിക്ക് തോന്നിയതാണ്. പക്ഷേ ഇപ്പോൾ അണ്ണന് ചൊറിച്ചിലൊക്കെ ആയി. അണ്ണനും കൊണ്ട് എനിക്ക് ഗ്യാസിൻ്റെ ഇതാണ്. ഞാൻ ഇപ്പോഴും ഗുളികയൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പോഴാണ് ഇത് വെച്ചാണ് അറിയുന്നത് ഇതിൻ്റെ കിണറ്റിലെ വെള്ളത്തിൻ്റെ കുഴപ്പമാണ് ഗ്യാസിന് വരാനുള്ള കാര്യമൊന്നും. പിന്നെ തീരെ വയ്യ, ശരീരമൊക്കെ ഒരുമാതിരി എന്നും അസുഖങ്ങൾ തന്നെ.
കുടിവെള്ളത്തിന് ഇപ്പം വേറെ എന്തെങ്കിലും മാർഗ്ഗങ്ങൾ വീട്ടിലുണ്ടാക്കോ? വേറെ ഒരു മാർഗവും ഇല്ല. പൈപ്പ് വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം പൈപ്പിന്ന് വരുന്ന വെള്ളം ഇവിടെ പഞ്ചായത്തിൽ നിന്ന് വിടുന്ന ആ വെള്ളമാണ് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടി ഒരു മോളുണ്ട്, അവള് ദൂരെയാണ് പഠിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റൂല. വെള്ളം വാങ്ങിക്കാനൊന്നുള്ള നിവർത്തി നമുക്കില്ല. പക്ഷേ നമുക്ക് പാട കണക്ക് കിണറ്റിൽ ഇങ്ങനെ പാട കണക്ക് ഉണ്ട് കിണറ്റിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ. വേറെ കുഴപ്പമൊന്നുമില്ല. വെള്ളമാണോ ഉപയോഗിക്കുന്നത്? അത് തന്നെ. വേറെ ഉപയോഗിച്ചോണ്ടിരിക്കണം. ഓ, ആ കിണറ്റിലെ വെള്ളം തന്നെ ഉപയോഗിക്കണം. അത് തന്നെ ഇപ്പം കിണറ്റിലെ വെള്ളം തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ വെള്ളത്തിന്റെ മാർഗ്ഗങ്ങളൊന്നുമില്ല. വെള്ളം ഈ കിണറ്റിലെ വെള്ളത്തിൽ ഇപ്പം അസിഡിറ്റി ഉണ്ട്, ഉപയോഗിക്കരുത് എന്നുള്ളത് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ പിന്നെ അതിന് ഉപയോഗിക്കുന്നത് അപ്പം പറഞ്ഞ് വലിയ കുഴപ്പമില്ലാന്ന് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് പിന്നെ അത് തന്നെ അങ്ങ് ഉപയോഗിച്ച്. അതാണ്. വീട്ടിലെ കുട്ടികളൊക്കെ ഉള്ളതല്ലേ? ഉണ്ട്, 2 കൊച്ചു മക്കളുണ്ട്, മോനും ഞാനും മരുമോളും. അപ്പോൾ ആ വെള്ളം ഉപയോഗിക്കുന്നത് പഞ്ചായത്തിൽ നിന്നുള്ള അറിയിപ്പ് കിട്ടില്ലേ? ഇവർ ഈ നാട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല, നമുക്ക് അത്ര കുഴപ്പമില്ല. അതുകൊണ്ട് പിന്നെ അതങ്ങ് ഉപയോഗിച്ച് നോക്കാൻ നോക്കിയാൽ അറിയാം. മഴ പെയ്തുകൊണ്ടിരുന്നപ്പോൾ കുറേ നെയ് പോലെയൊക്കെ തെളിഞ്ഞു. അപ്പോഴും ഇങ്ങനെ മുഖം കഴുകുകയും വൈ കൊഴിക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്കും പെട്രോളിൻ്റെ ചെവിയാണ് ആദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ അന്ന് ഞാൻ കണക്കിലെടുത്തില്ല, കാര്യം ക്യാൻസർ അല്ലേ, അപ്പോൾ അവിടെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതിൻ്റെ എന്തോ ആണെന്ന് വിചാരിച്ചാൽ പിന്നെ അത് ഞാൻ. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത സമയം എനിക്ക് വെള്ളം ഇങ്ങനെ കുടിച്ചു. ഞാൻ വെള്ളമൊക്കെ ശരിക്കും തിളപ്പിച്ച് പുതിനയില ഏതെങ്കിലുമൊക്കെ ഇലകളിട്ട് അപ്പോഴേക്കും എൻ്റെ ഈ നാക്കിൻ്റെ പകുതിയോളം ഒരു പരിപ്പ് വന്നു. അത് 1 ദിവസമായി, 2 ദിവസമായി, 3 ദിവസമായപ്പോഴത്തേക്ക് പിന്നെ ആ വെള്ളം കുടിക്കൂല. ഇപ്പോൾ ഞാൻ വേറൊരു വീട്ടിൽ എനിക്ക് വെള്ളം, ഞാൻ വികലാംഗയാണ്, എന്നെ കൊണ്ടൊരു ഗ്ലാസ് വെള്ളം പോലും പുറത്ത് പോയി എടുത്താൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. പിന്നെ ആരെങ്കിലും കൊണ്ടുവന്ന് വെച്ചെന്നാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പക്ഷേ എനിക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും വിഷമമുള്ള ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഇതൊന്ന് മാറ്റി തന്നാൽ കൊള്ളാം. ആരുടെ എന്താണെന്ന് എനിക്കറിയില്ല. ഇവിടെയൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ അവരൊക്കെ പറഞ്ഞത് ഇതിൽ നിന്നുള്ളതാണെന്നാണ് അറിയപ്പെട്ടത്. അപ്പോൾ പിന്നെ അതിനൊരു സൊല്യൂഷൻ കാണാൻ സാറിന് പറ്റുമെങ്കിൽ അത് ചെയ്യട്ടെ എന്നാണ് എൻ്റെ താല്പര്യം. എന്നെ കൊണ്ട് പുറത്തൊന്നും പോയി വെള്ളമൊന്നും എടുക്കാൻ പറ്റത്തില്ല. പൊതുവേ ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പുറത്ത് എവിടെയെങ്കിലും പോയി ഇത്തിരി വെള്ളം എടുത്തുകൊണ്ട് വരാൻ എന്നെ കൊണ്ട് കഴിയില്ല. അങ്ങനെയുള്ളൊരവസ്ഥയാണ് ഇപ്പോഴും ട്രീറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ക്യാൻസർ 5 വർഷമായിട്ടും ട്രീറ്റ് ഇപ്പോഴും വരെ മാറിയിട്ടില്ല. പിന്നെ ഇപ്പം മെഡിക്കൽ കോളേജിലും ചികിത്സയിലാണ്. പൊല്യൂഷൻ കൺട്രോൾ എന്നൊക്കെ റിപ്പോർട്ട് വന്നപ്പോൾ പഞ്ചായത്ത് മെമ്പറും മറ്റുള്ള ആളുകളും ബന്ധുക്കളും ഈ പൂർണ്ണ പ്രസിൻ്റെ ഉടമയുടെ ബന്ധുക്കളും ഇവരെല്ലാം പുറത്തിറങ്ങി ഓരോ വീട് വിടാന്തരം കയറി ഇറങ്ങി പറഞ്ഞു, പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ കിണർ ഉറപ്പിച്ച് തരാം, ഞങ്ങൾക്ക് വെള്ളമൊന്നുമില്ല, ഞങ്ങൾ അങ്ങനെ ചെയ്തു തരാം, ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. അപ്പം വെറുതെ പറയുന്നതാണെന്ന് വരുത്തി തീർക്കാൻ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഇവർ ശ്രമിക്കുന്നു. അത് ഇപ്പോഴത്തെ ആവശ്യത്തിന് അവർ നേടാമായിരിക്കും, പക്ഷേ ഭാവി തലമുറ വളരെ വലിയ വിഷമത്തിലാണ് ഇപ്പോൾ കഴിയുന്നത്. ഞാനിപ്പോൾ വെള്ളം എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും വെള്ളം ഓരോ ടാങ്കർ 1000 ലിറ്റർ വെള്ളം വരുത്തി സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് പറ്റുമെന്ന് വിചാരിച്ച് ബാക്കിയെല്ലാവർക്കും അത് ചെയ്യാൻ വില കൊടുത്ത് മേടിക്കുന്നു. വില കൊടുത്ത് മേടിക്കുന്നു. ഞങ്ങൾ പഞ്ചായത്തിൽ പോയി പറഞ്ഞിട്ട് അവർ കുടിവെള്ളം തരാമെന്നാണ് പറഞ്ഞത്. പ്രസിഡന്റ് ഞങ്ങൾ ധർണ നടത്തിയതിൻ്റെ അന്ന് പ്രസിഡന്റ് വെള്ളം തരാമെന്ന് പറഞ്ഞു. അവർ ഇതുവരെ അനങ്ങിയിട്ടില്ല. മെമ്പർ ഇപ്പോൾ എന്നോട് പറയുകയാണ്, ബന്ധുക്കളാണ്, നിങ്ങളെല്ലാം ബന്ധുക്കളാണ്, അതുകൊണ്ട് കൂടുതൽ പ്രശ്നങ്ങളൊന്നും വേണ്ട, നമുക്ക് തീർത്ത് കളയാം. ഞാൻ പറയും, എങ്ങനെ തീർക്കുന്നത്? കുടിക്കണ്ടേ, വെള്ളം കുടിക്കണ്ടേ? നിങ്ങൾ എന്ത് ചെയ്യും? മെമ്പർ പഞ്ചായത്ത് എന്ത് ചെയ്യും? അപ്പോൾ അവർ പറയുന്നത് ബന്ധമാണ്, സ്വന്തമാണ്, അതുകൊണ്ട് നിങ്ങൾ വേറെ ഒന്നിനും പോകണ്ട, ഞങ്ങൾ നോക്കിക്കൊള്ളാം, ഞങ്ങൾ കിണറുറപ്പിച്ച് തരാം. ഈ കിണറുറപ്പിച്ച ഈ കിണറിൽ കിടക്കുന്ന വെള്ളം അത് പുറത്തിറക്കാതി കഴിഞ്ഞാൽ അത് തന്നെ വീണ്ടും ഇതായിട്ട് വരും. നമ്മൾ ആശ്രയിക്കുന്ന മഴവെള്ളത്തെയാണ്. ഇവിടെ വേറെ ഊറ്റും പ്രശ്നമൊന്നുമില്ല. മഴവെള്ളം അതാത് പുരയിടത്തിൽ വീണ് അത് താന്ന് സ്റ്റോർ ചെയ്ത് അവിടെ നിന്ന് അല്പം ചെയ്ത് നമ്മളെ കിണറ്റിലോട്ട് ഊറി വന്നാണ് വെള്ളം കുടിക്കുന്നത്. ആ മണ്ണിനെ മൊത്തം നശിപ്പിച്ചു. ഈ അസിഡിക് സാധനം ഈ വരുന്ന ഇതെല്ലാം കൂടെ ചേർത്ത് ഈ മണ്ണിൽ കലർത്തി നമുക്ക് ഈ മണ്ണിന് പ്രയോജനമില്ലാത്ത രീതിയിലായിപ്പോയി. ആ വിധത്തിലാക്കി തീർത്തതിന് ഉത്തരവാദികൾ ആരാണെന്ന് വെച്ചാലും, അപ്പോൾ ആകെപ്പാടെ ഇവിടെ ഇൻഡസ്ട്രി ഇല്ല, ഇവിടെ ഉള്ളതാകെ ഈ പ്രസ് മാത്രമാണ്. അപ്പോൾ അതിൻ്റെ വേസ്റ്റ് കൊണ്ട് കളയുന്നതിനും ഒരു തത്വമുണ്ട്. ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ള രീതികളുണ്ട്. ആ രീതിയിലൊന്നും ഇത് ചെയ്യുന്നില്ല, സംസ്കരിക്കുന്നില്ല. നമ്മൾ ഇവിടെ ഒരു അസോസിയേഷൻ ഉണ്ട്, PNPR എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ കീഴിലാണ് ഈ കുടുംബങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ അവർ കുറച്ച് കാലമായിട്ട് അനുഭവിക്കുന്ന കാര്യങ്ങൾ അവർ വളരെ വിഷമത്തോടെയാണ് നമ്മുടെ ഈ അസോസിയേഷനിലേക്ക് വന്ന് പരാതിപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പഞ്ചായത്തിൽ പരാതിപ്പെടുകയും ഈ വെള്ളം ടെസ്റ്റ് ചെയ്യുകയും ചെയ്തത്. അപ്പോൾ വെള്ളം ടെസ്റ്റ് ചെയ്തപ്പോൾ വെള്ളം മാലിന്യമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ
ആണ് ഞങ്ങൾ ഈ ഒരു കാര്യം സെക്രട്ടറിയെ ബോധ്യപ്പെടുത്തുകയും സെക്രട്ടറി ലെവലിൽ അത് പരിശോധിക്കുകയൊക്കെ ചെയ്തിട്ടും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ പേരിലാണ് മാധ്യമങ്ങളെ നമ്മൾ സമീപിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതനുസരിച്ച് ഇതിന് വേണ്ടുന്ന കാര്യം നിങ്ങൾ ഈ മാധ്യമം കൊണ്ട് നമുക്ക് ജനങ്ങളെ മറ്റുള്ളവരെ അറിയിക്കാൻ കഴിയുമെങ്കിൽ അത് വളരെ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കുമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ എല്ലായിടത്തും എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ റിക്വസ്റ്റ്. എത്രത്തോളം കുടുംബങ്ങളാണ് ഇവിടെ ഈ ഒരു ഏകദേശം 200ഓളം കുടുംബങ്ങളാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ നമ്മൾ ഈ അസോസിയേഷനിലുള്ളത്. ഏകദേശം 35ഓളം വീടുകളാണ് ഇപ്പോഴുവരെ ടെസ്റ്റ് ചെയ്തത്. ഇനി അങ്ങോട്ട് ഏതൊക്കെ സ്ഥലങ്ങളുണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. ഇതെല്ലാം ഇനി കൂടുതൽ പരിശോധനയിലൂടെ മനസ്സിലാക്കാൻ കഴിയും. കുടിവെള്ളമില്ലാതെ കഴിഞ്ഞ 3 മാസമായിട്ട് 30ഓളം കുടുംബങ്ങൾ ഇപ്പോഴും കുടിവെള്ളം എത്തിക്കുന്നുള്ള യാതൊരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല. പ്രതീക്ഷയില്ല. നടപടികൾ എന്താണ്? തുടർ നടപടികൾ നമ്മൾ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്നാണ് തോന്നുന്നത്. അതനുസരിച്ചിട്ട് മുന്നോട്ട് കോടതിയെ സമീപിക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ അസോസിയേഷൻ്റെ ആൾക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ മുന്നോട്ട് പോകും. പക്ഷേ കുടിവെള്ളം അടിയന്തരമായിട്ട് കുടിവെള്ളം നമുക്ക് ജനങ്ങളിൽ എത്തിക്കുക. അതിനുവേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുന്നത്? എന്തെങ്കിലും ഒരു ഓപ്ഷൻ വരെ കണ്ടിട്ടുണ്ടോ? റെസിഡൻസ് അസോസിയേഷനിൽ ഒരു ഓപ്ഷനും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇതുവരെയും വെള്ളം, അതായത് ഈ പാവപ്പെട്ട ജനങ്ങളാണ്, അവർക്ക് എങ്ങനെ വെള്ളം കൊടുക്കണം എന്നുള്ള അറിയത്തില്ല. അവർക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കാനുള്ള നിവൃത്തിയില്ല. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഇനി ആരെ സമീപിക്കണമെന്ന് നമുക്ക് അറിയത്തില്ല. അതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ ഇനി അടുത്ത ഭാവിയിൽ ഉണ്ടാവും. നമ്മുടെ ഭാഗത്ത് അസോസിയേഷൻ്റെ മീറ്റിംഗ് കൂടി ഇനി തീരുമാനം എടുക്കേണ്ടിയിരിക്കുന്നു. ഈ ലെറ്റർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്നുള്ള ലെറ്ററിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, റാൻഡമായിട്ട് 7 കിണറിൽ നിന്ന് എടുത്തു. അതിൻ്റെ പാരാമീറ്റേഴ്സ് ലിമിറ്റിന് മുകളിലാണ്. പാരാമീറ്റേഴ്സ് വെയർ നോട്ട് വിത്തിൻ ലിമിറ്റ് is enclosed here for reference. The well water for all 7 waters is found acidic and it may be noted that the well water is unfit for drinking purpose. കുടിക്കാൻ കൊള്ളില്ല എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ since the well water is unfit for drinking purpose, it is necessary to make arrangements to provide alternate source of drinking water to the houses urgently. ഈ ലെറ്റർ അയച്ചിരിക്കുന്നത് 19/12/2024 സെക്രട്ടറിക്ക് കൊടുത്ത ലെറ്ററാണിത്. അതിൻ്റെ ലെറ്ററിൻ്റെ കോപ്പിയാണിത്. ഈ ലെറ്റർ കിട്ടിയിട്ട് പോലും പഞ്ചായത്ത് സെക്രട്ടറി ഒരക്ഷരം ഇതുവരെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ചെന്നപ്പോൾ അത് കമ്മിറ്റി കൂടണം, ഞങ്ങൾക്കിപ്പോൾ ചെയ്യാൻ ഫണ്ടില്ല എന്നുള്ള എക്സ്ക്യൂസസ് ഒക്കെ പറഞ്ഞു. അതുപോലെ തന്നെ പുള്ളി പറഞ്ഞത് പൊളിറ്റിക്കൽ പ്രഷറുണ്ട്, അതുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ രണ്ടാമത്തെ കാര്യം ഇതിലെഴുതിയിരിക്കുന്നത്, പൂർണ്ണ പ്രിൻറ്റിംഗ് പ്ലസ് ആൻഡ് പബ്ലിഷിംഗ് ഹൗസ് ഈസ് ഹാവിംഗ് വാലിഡ് കൺസെൻറ്റ് അപ് ടു 31/12/2024. ഇതിന് റിന്യൂ ചെയ്യാൻ വേണ്ടി ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ടെന്നും പറയുന്നു. This unit has given direction wide reference to make arrangements to dispose the hazardous waste from the unit. അതായത് hazardous waste അതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അത് ഡിസ്പോസ് ചെയ്യാൻ പറയുന്നു. To authorized common treatment, storage and waste disposal facility to report to the board. അതായത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഓതറൈസ് ചെയ്തിരിക്കുന്ന വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ കൊണ്ട് ഡിസ്പോസ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ ആപ്ലിക്കേഷനുമായി വരൂ എന്ന് അവർ ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നു. ഇതിൽ വേറൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണാനുള്ള കാര്യം, പഞ്ചായത്ത് കൊടുത്തിരിക്കുന്ന ലൈസൻസിൽ പഞ്ചായത്ത് ഒരു ലൈസൻസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇതാണ് ലൈസൻസ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 31/12/2024 മുമ്പ് PCB സാക്ഷ്യപത്രം പുതുക്കേണ്ടതാണ്, അല്ലാത്ത പക്ഷം ഈ ലൈസൻസ് ക്യാൻസൽ ആകുന്നതാണ്. വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ലൈസൻസിനകത്ത്. ഈ ലൈസൻസ് ഓൾറെഡി എക്സ്പയർ ആയി, ഇത് ക്യാൻസൽ ആയിട്ടുണ്ട്. സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ എന്താണ് ഇതിലൊന്നും പറയാനില്ല. കാശും പവറും ഉള്ളവർ മുന്നോട്ട് പോകും. ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല. പഞ്ചായത്തിൽ പരാതിപ്പെട്ടിട്ട് അവിടുന്ന് ഹെൽത്ത് നിന്ന് ആളിവിടെ വന്നു, HI ഉൾപ്പെടെ വന്നു. ഈ കുടുംബങ്ങളിലെല്ലാം അവർ പറഞ്ഞു നിങ്ങൾ ഈ വെള്ളം ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ വന്ന് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ട് പോയി എങ്കിൽ തന്നെയും ഈ ജനങ്ങൾ, ഈ പാവപ്പെട്ട ആൾക്കാർ ഇവിടെ പോവും കുടിവെള്ളത്തിന്. ഇപ്പോൾ പൈസ ഉള്ള അല്ലെങ്കിൽ 30 കുടുംബങ്ങളിൽ അല്ല 4-5 അല്ലെങ്കിൽ ഒരു 10 വീടിനാകാം, അവർക്ക് ചിലപ്പോൾ സ്വന്തമായിട്ട് കുടിവെള്ളം അവർക്ക് മേടിക്കാൻ പറ്റും. എന്നിരുന്നാൽ തന്നെയും ഈ റോഡ് ഭാഗങ്ങളിൽ മാത്രമല്ലേ ഈ വെള്ളം നമുക്ക് കൊടുക്കാൻ പറ്റൂ. അപ്പോൾ ആര് വിതരണം ചെയ്ത് കഴിഞ്ഞാലും അങ്ങനെയല്ലേ പറ്റൂ. പഞ്ചായത്ത് അടിസ്ഥാനത്തിലായാലും അല്ലെങ്കിൽ പൊതുവായിട്ട് ആരെങ്കിലും സപ്ലൈ ചെയ്താലും അങ്ങനെ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതിനൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിനുശേഷം പഞ്ചായത്തിൽ പരാതിപ്പെട്ടു, അവർ നടപടികളൊന്നും വന്നില്ല. അങ്ങനെ നമ്മൾ ഡിസംബർ 2-ാം തീയതി ഒരു ധർണ നടത്തി. എല്ലാ ഫാമിലിയിൽപ്പെട്ട അംഗങ്ങളും ഉണ്ടായിരുന്നു. ധർണ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റിനെ നമ്മൾ അസോസിയേഷൻ്റെ പ്രതിനിധികളായ നമ്മളെല്ലാം പ്രസിഡന്റ്, സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് അടക്കം സംസാരിക്കുകയുണ്ടായി. അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു പൊല്യൂഷൻ കൺട്രോളിൻ്റെ
അടുത്തു നിന്നുള്ള റിസൾട്ട് വന്നോട്ടെ. അവർ 7, ഞാനും ഉണ്ടായിരുന്നു ഈ കിണറിൽ ടെസ്റ്റ് ചെയ്യാൻ പോയി. ഇപ്പോൾ 7 കിണറിനാണ് എടുത്തത്. ആദ്യമേ 3 പറഞ്ഞത്, നമ്മളത് പറഞ്ഞാണ് പിന്നെ കുറച്ചുകൂടെ എടുത്തത്. അപ്പോൾ അതിനുശേഷം പിന്നെ ആ റിസൾട്ട് വന്നതിന് ശേഷം പ്രസിഡന്റ് പിന്നെ യാതൊരു പ്രതികരണവുമില്ല. അപ്പോൾ ചെമ്മരുതി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ജനകീയ പഞ്ചായത്തായിരുന്നു, മാതൃകാ പഞ്ചായത്താണ്. കാര്യം നിരവധി പുരസ്കാരങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ് ചെമ്മരുതി ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ കുടിവെള്ള പ്രശ്നമാണ്. മനുഷ്യൻ്റെ ജീവൻ നിലനിർത്തുക എന്നുള്ളത് കുടിവെള്ളമാണ്. കുടിവെള്ളം ഇല്ലാതെ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റത്തില്ല. നമ്മുടെ കാര്യങ്ങൾ പോട്ടെ, ഇനി ഭാവിയിൽ വരുന്ന കൊച്ചു കുട്ടികളുണ്ട്, നിരവധിയായിട്ടുള്ള കുഞ്ഞുങ്ങൾ, ഇപ്പോൾ പിറന്നു വരുന്ന കുഞ്ഞുങ്ങൾ, അവരുടെ അസുഖങ്ങൾ കൊച്ചിയിലെ വന്നു കഴിഞ്ഞാൽ എന്താണ് ഒരവസ്ഥ? അത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. അപ്പോൾ ഓരോരോ ഈ പറഞ്ഞ നമ്മളെ വയറിനൊക്കെ അസുഖം വരും, ആദ്യമേ വരും, മറ്റ് ബോഡികളിലെല്ലാം വ്യാപിക്കും. പല രീതിയിലായിരിക്കും അസുഖങ്ങൾ വരുന്നത്. ക്യാൻസർ രോഗികളെല്ലാം ഈ പ്രദേശങ്ങളിലുണ്ട്. 1ാം സ്ഥാനം നമ്മളെ ചെമ്മരുതി 11 ഗ്രാമപഞ്ചായത്താണ് ക്യാൻസർ രോഗത്തിൽ ഏറ്റവും കൂടുതലുള്ള ഇവിടെയാണ്. ഈ 2 പഞ്ചായത്തിൻ്റെയും ബോർഡറാണ് ചെമ്മരുതി 11. അപ്പോൾ 2 പഞ്ചായത്തിലും സത്യം പറയുകയാണെങ്കിൽ ഈ വിഷയങ്ങളുണ്ട്. 2 പഞ്ചായത്തിലെ ഭാഗങ്ങളിൽ കിണറിൽ കുടിവെള്ളത്തിൽ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിന് ശാശ്വതമായ പരിഹാരം കണ്ടു. അപ്പോൾ സെക്രട്ടറി, ഞാനന്നില്ലായിരുന്നു, നമ്മളെ ട്രഷററും അതുപോലെ സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി എന്നിവരുൾപ്പെടെ പഞ്ചായത്ത് ഓഫീസിൽ സമീപിച്ചിരുന്നു. അപ്പോൾ പൊല്യൂഷൻ കൺട്രോളിൻ്റെ ഉത്തരവ് വന്നതിന് ശേഷം അടിയന്തരമായിട്ട് അപ്പോഴേ തന്നെ ഉടനടി കൊടുക്കണം, കുടിവെള്ളം ഈ വീടുകളിൽ എത്തിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നേരത്തെ അവിടെ പറഞ്ഞതുകൊണ്ട് പറയണം. അപ്പോൾ അങ്ങനെ ഒരു പൊല്യൂഷൻ കൺട്രോളിൻ്റെ ഉത്തരവ് വരുമ്പോൾ അത് നടപ്പിലാക്കേണ്ടുള്ള ബാധ്യസ്ഥത പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുകൊണ്ടാണ്, സെക്രട്ടറിയുടെ ഭാഗത്ത്. എന്നിപ്പോൾ ഞാനൊരു എക്സ് മെമ്പറാണ്. ഞാൻ 5 വർഷം ഞാൻ സ്വതന്ത്രനായിട്ട് ജയിച്ചു വന്ന ഒരു വ്യക്തിയാണ്. ഞാൻ രാഷ്ട്രീയ പാർട്ടിയുടെ ലെവലെല്ലാം മത്സരിച്ച് ജയിച്ചത്. 5 വർഷം ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഏതൊരു പൊതുകാര്യമായിട്ടുള്ള വിഷയങ്ങൾ വന്നാലും നമ്മളതിൽ ഇടപെടും, ന്യായമാണോ എന്ന് ബോധ്യമാകുമ്പോൾ. അപ്പോൾ ഈ കുടിവെള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. നമ്മൾ ആ ജീവൻ നിലനിർത്തുന്ന കുടിവെള്ളം ഉണ്ടെങ്കിലും മറ്റാഹാരം ഇല്ലെങ്കിലും നമുക്ക് വിഷയമില്ല. പക്ഷേ വെള്ളം കുടിച്ചാൽ ആഹാരത്തിന് പകരം ഒരു തുള്ളി വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവൻ നിലനിർത്താൻ പറ്റും. വെള്ളം തന്നെയാണ് വീട്ടിൽ നമ്മൾ കുടിക്കുന്നത്. ഞാൻ വേറെ ഒരു വഴിയില്ല, എന്നും വെള്ളം ഇറക്കാനുള്ള പോക്കൊന്നുമില്ല. പിന്നെ പൈപ്പ് ലൈനിൽ വരുന്ന വെള്ളം വീട്ടിലെ വെള്ളത്തിന് ദുർഗന്ധമില്ല, നമുക്ക് ചെറിയ കട്ടിയാണ്, വെള്ളം കട്ടിയാണ്, പച്ചവെള്ളം കുടിക്കാനോ ഒന്നും പറ്റത്തില്ല. പിന്നെ ആ വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ മുടിയെല്ലാം കൂടി പോകുന്നുണ്ട്. അങ്ങനെ ഒരു ചെറിയ വിഷയങ്ങളുണ്ട്. കൊച്ചുങ്ങളെയൊക്കെ ഈ ലൈനിൽ വരുന്ന വെള്ളത്തിലാണ് കുളിപ്പിക്കുന്നത്. ഈ വെള്ളം ഇപ്പോൾ അങ്ങനെ ലൈൻ വാട്ടർ എല്ലാ ദിവസവും ഉണ്ടോ? എല്ലാ ദിവസവും ഇല്ല. ടാങ്ക് മേടിച്ച് വെച്ച് അതിൽ നിറച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിറച്ചാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലാതെ മറ്റേ കിണറ്റ് വെള്ളം അങ്ങനെ കുടിക്കുന്നില്ല. കാരണം ഇത് ചെറിയൊരു കട്ടി കൊച്ചുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ അറിഞ്ഞപ്പം ചെറിയൊരു പേടി. ഈ കുടിവെള്ള പ്രശ്നം രൂക്ഷമായിട്ടുള്ള ചെമ്മരുതി ഗ്രാമപഞ്ചായത്തിലെ 19ാം വാർഡിലെ മെമ്പർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ 30ഓളം കുടുംബങ്ങളാണ് ഇപ്പോൾ നിലവിൽ അവരുടെ കിണർ മലിനമായി എന്ന് പറയുന്നത്. അപ്പം എന്താണ് അതിൻ്റെ ഒരു മലിനമായെന്ന് പറഞ്ഞാൽ അവിടെ ഇതിനടുത്തൊരു പ്രസ്സുണ്ട്. പ്രസ്സെന്ന് പറഞ്ഞാൽ പ്രസ് പ്രവർത്തനം ആരംഭിച്ചിട്ട് 19 വർഷത്തോളമായി കേട്ടോ. 2005 ആ പ്രസ് വരുന്നത്. ഇത്രയും നാൾ അങ്ങനെ ഒരു വിഷയം അവിടെ വന്നിട്ടില്ല. ആദ്യത്തെ ഒരു സംഭവമാണ് ഇങ്ങനെ കേൾക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതും ഇപ്പോഴും ഇവർ വെള്ളം ടെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് വർഷകാലത്താണ്. അപ്പം അതങ്ങ് പോയി ഇപ്പോൾ നല്ല ചൂടാണ്. ഇപ്പോൾ ടെസ്റ്റ് ചെയ്താൽ ഞാൻ വിശ്വസിക്കുന്ന കുഴപ്പം കാണില്ലെന്നാണ്. ഒന്നാമത്തെ കേസ് അത്. രണ്ടാമത് നമ്മുടെ ഈ പഞ്ചായത്തിൽ മൊത്തം ഈ വെള്ളത്തിന് ദൗർലഭ്യമുള്ള ചില സീസൺ വരാറുണ്ട്, വെള്ളം കിട്ടില്ല. അപ്പോൾ നമ്മൾ പഞ്ചായത്തിൽ നിന്ന് എല്ലാ സ്ഥലത്തും വെള്ളം എത്തിക്കാറുണ്ട്, സകല സ്ഥലത്തും. ഈ ഭാഗത്ത് ഞാൻ കൂടെ പോകും. എനിക്ക് അങ്ങനെ ഒരു കേസ് കൂടെ ഉണ്ട് കേട്ടോ. ഈ വെള്ളം കൊടുക്കുമ്പോൾ വണ്ടിക്കാരെയല്ല പറഞ്ഞു വിടുന്നത്, ഞാൻ കൂടെ ചെന്നാണ് കൊടുക്കുന്നത്. അവിടെ ഒരു 2-3 വീട്ടുകാരാണ് മേടിക്കുന്നത്. വേറെ ആർക്കും അവിടെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ തന്നെ ഇതിവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ 1-2 ആൾക്കാരുമായിട്ട് പറഞ്ഞ് പേഴ്സണലായിട്ട് ഇപ്പോൾ പഞ്ചായത്തിൽ നിന്ന് വെള്ളം വേണമെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് കമ്മിറ്റി പാസ്സാവണം. പഞ്ചായത്ത് കമ്മിറ്റി പാസ്സാക്കിയിട്ട് അത് കളക്ടർക്ക് അയച്ച് കളക്ടർ ഓർഡർ ഉണ്ടെങ്കിലേ കൊടുക്കാൻ നോക്കും. ഞാൻ സെക്രട്ടറിയായിട്ടൊക്കെ സംസാരിച്ച് എന്നിട്ട് ഇനി അവരൊക്കെ അത്യാവശ്യം ആരെങ്കിലും പാവപ്പെട്ട ആർക്കെങ്കിലും വെള്ളം വേണമെങ്കിൽ എൻ്റെ സ്വന്തം ചിലവിൽ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. എത്ര പേരുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ കൊടുക്കാം, സ്വന്തം ചിലവിൽ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അത് ഞാൻ അവിടെയുള്ള ഒരാളുമായിട്ട് സംസാരിച്ച് അപ്പോൾ അവരൊക്കെ അതൊന്നും വേണ്ട, അത് താല്പര്യമില്ല.
അപ്പം ഞാൻ സംസാരിച്ച ആൾ പറഞ്ഞ് ഏത് കോടതി പോയി അങ്ങേ അറ്റം വരെ പോയാലും നമ്മൾ വിടൂല. എന്താ വിടുന്നില്ലെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും അറിയത്തില്ല. അല്ല, അവിടെ ഇപ്പം നമ്മളിപ്പോൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ 30ഓളം കുടുംബങ്ങളാണ് ഇപ്പോൾ വന്നത്. ഈ ഇവിടെ എല്ലാം കിണറ്റിൽ വെള്ളത്തിന് പ്രശ്നമുണ്ട് എന്നുള്ളത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് വെള്ളം പരിശോധന 30 വീട്ടിൽ ഉണ്ട്, 6 വീടുകളുണ്ട്. 6 വീട്ടിലുണ്ട്. അപ്പം നിങ്ങൾ 30 വീട്ടിൽ പോയെന്ന് പറഞ്ഞാൽ 30 വീടെന്ന് പറയുന്ന ആ പ്രസ്സിന്ന് എത്ര ദൂരം കാണും? ഇതൊരു ഇത്തിരി സാധനമാണ് അവിടെ നിന്ന് വീഴുന്നത്. അതും വീഴുന്ന ഒരു എല്ലാം അത് പ്യൂരിഫൈ ചെയ്ത് അതെല്ലാം ഇത് മാറ്റാനുള്ള സംവിധാനം അത് ഇവിടെ നിന്ന് ആൾ വന്ന് ഞാനും കൂടെ അവരോട് കാണാൻ വേണ്ടി പോയാണത്. പോയ ആ രീതിയിലാണ്. ഇല്ല, ഭയങ്കര ഒരു ഇതൊന്നും അങ്ങനെ അതിൽ പോകുന്നില്ല, ദ്രാവകമൊന്നും വെളിയിൽ വരുന്നില്ല. ഇപ്പം തന്നെ അന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞ ഈ വിഷയമെല്ലാം മാറണമെങ്കിൽ ഒരു ടാങ്കാവെല്ലാം വെച്ചിട്ടേ ഇതിലോട്ട് ശേഖരിക്കുകയാണെങ്കിൽ പിന്നെ തറയിലും വീഴില്ല. അങ്ങനെയുള്ള എന്തെങ്കിലും സംവിധാനം ചെയ്യണമെന്ന് പറഞ്ഞാൽ. അല്ല, നമുക്ക് പേഴ്സണലി എനിക്ക് ആരുടെ അടുത്തും വിരോധമൊന്നുമില്ല. ആൾക്കാർക്ക് ദോഷമൊന്നും വരാനും പാടില്ല. അതൊക്കെ നല്ലത് തന്നെയാണ്, എൻ്റെ അഭിപ്രായം അതാണ്. പിന്നെ ഇതിൽ ഏറ്റവും എനിക്കൊരു വിഷമം എന്ന് പറഞ്ഞാൽ ഒരു 19 ഫാമിലി, അത് പ്രത്യേകിച്ച് എൻ്റെ വാർഡിൽപ്പെട്ടാണ് കൂടുതൽ ആൾക്കാർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. പാവപ്പെട്ട കുടുംബങ്ങളാണ് ആ പ്രസ്സിൽ. ആ പ്രസ്സിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജോലിയില്ലാതാവും. ഞാൻ അതൊക്കെയാണ് പ്രധാനമായിട്ടും നോക്കുന്നത്. അല്ല, അത് കൃത്യമായിട്ടും പ്രോപ്പറായിട്ട് അതിന്റെ മാലിന്യങ്ങൾ ഡിസ്പോസ് ചെയ്യണമെന്ന് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അവർ ഈ ഡിസംബർ 31 കഴിഞ്ഞാൽ ലൈസൻസ് പുതുക്കണമെങ്കിൽ ആ രീതിയിൽ പ്രോപ്പറായിട്ട് മാലിന്യ സംസ്കരണ രീതികൾ അവലംബിക്കണമെന്നുള്ളതിന്റെ നോട്ടീസ് കിട്ടിയിട്ടുണ്ട്. പഞ്ചായത്ത് സെക്രട്ടറിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം മെമ്മറിലേക്ക് താങ്കൾ അറിഞ്ഞിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രോപ്പറായിട്ട് മാലിന്യ സംസ്കരണം നടക്കുന്നില്ല എന്നുള്ളത് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറഞ്ഞിരിക്കുമ്പോൾ അങ്ങനെ നോട്ടീസ് പറഞ്ഞിട്ടുണ്ട്. അവർ 31 തീയതി വരെ മാത്രമേ അതിന് ലൈസൻസ് ഉള്ളൂ. പ്രോപ്പറായിട്ട് മാലിന്യ സംസ്കരണ പ്ലാന്റ് അവർ സ്ഥാപിച്ച് അല്ലെങ്കിൽ ആ രീതിയിൽ മാലിന്യം സംസ്കരിക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാണിച്ചാൽ മാത്രമേ, അത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ ലൈസൻസ് പുതുക്കുകയുള്ളൂ എന്നുള്ള വിവരം. അതാണ് മെമ്പറെങ്കിലും. പക്ഷേ അവിടെ കുടിവെള്ള പ്രശ്നം എന്നുള്ളത് ഇപ്പൊ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. മെമ്പർ ഇപ്പൊ ഇറങ്ങിയ വാർഡിൽ തിരക്കി നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ എന്നോട് മിക്ക ദിവസങ്ങളിലും ആര്. പിന്നെ ഞാൻ ഇതിലുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അന്ന് അവിടെ വന്നപ്പോൾ തന്നെ ഇവരവിടെ പിക്കറ്റിംഗ് ഉണ്ടായിരുന്നു, പഞ്ചായത്ത് പിക്കറ്റിംഗ് ഉണ്ടായിരുന്നു. അന്ന് അവിടെ 2-3 ആളുകൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് മെമ്പർ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയവരുമില്ല. ആ പറഞ്ഞപ്പോൾ ഇതിൻ്റെ തലേദിവസം അവിടെ 3 വീടുകളിൽ ഞാൻ അവിടെ എന്താവശ്യമുണ്ടെങ്കിലും ഇവർ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു വ്യക്തി എൻ്റെ വീട്ടിൽ വരുത്തില്ല. ഞാൻ ചെന്ന് മേടിക്കും, ഞാൻ വരാമെന്ന് പറയും. ഞാൻ പോയി എല്ലാ വീടുകളിലും. അപ്പോൾ അവിടെ മാത്രമല്ല, എൻ്റെ വാർഡിൽപ്പെട്ട ആരൊക്കെ എന്ത് കാര്യം ഉണ്ടായാലും ഞാൻ സെക്കൻഡ് അവിടെ എത്തും. അങ്ങനെയാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. എൻ്റെ രീതി അതാണ്. എല്ലാവരും നേരെ പോകണമെന്നുള്ളൊരു ആഗ്രഹം എനിക്കുള്ളൂ. അല്ല ആരൊക്കെങ്കിലും ഒരു ദോഷം വരണമെന്ന് ആൾക്കാരൊക്കെ ഈ കുഴപ്പമുള്ള വെള്ളം കുടിപ്പിക്കണം അങ്ങനെയുള്ള താല്പര്യമൊന്നുമില്ല. എല്ലാം ശുദ്ധമായിരിക്കണം, അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇതാ എൻ്റെ വീട്ടിലെ കിണർ, ഇവിടെ 2 കിണറുണ്ട്. കുഴൽ കിണറുണ്ട്, സാധാ കിണറുണ്ട്. 2 വെള്ളം കുടിക്കില്ലെന്നാണ് ഇവിടെ നിന്ന് പറഞ്ഞേക്കുന്നത്. നമുക്ക് വേറെ കുടിക്കാൻ മാർഗമൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ കുടിക്കുന്നുണ്ട്. 2 കിണറിലും കുടിക്കാൻ പാടില്ല. ഒരു കിണറെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ ഏരിയയിൽ ഏറ്റവും വലിയ ആഴമുള്ള കിണറാണ്. അതിലെന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് കക്കൂസ് മാലിന്യം എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. കക്കൂസിൻ്റെ അത്ര ചെറിയ കുഴിയല്ലേ ഈ ഉണക്ക സമയത്ത് കക്കൂസ് മാലിന്യം എന്താണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ വേറൊരു കിണറുണ്ട്, കുഴൽ കിണർ. അതവർ പറഞ്ഞാൽ അത് കുടിച്ചാൽ അതിൻ്റെ എല്ല് പൊടിഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. അതുപോലെ നമ്മുടെ നാട്ടിൽ ഏത് കിണർ പരിശോധിച്ചാലും എന്തെങ്കിലും ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് മാറ്റണം. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ നല്ല വേനൽക്കാലമാണ്, ഇപ്പോൾ ചൂടൊക്കെ ആരംഭിച്ച് ഇനിയൊന്ന് ടെസ്റ്റ് ചെയ്യണം, വെള്ളം എടുക്കണം. ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ ഞാൻ ഒന്നിറങ്ങി ആ അടുത്ത് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഇതെന്തായാലും ക്ലിയറായിട്ട് പോകണം, നേരെ പോകണം. തങ്ങളി അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കം നല്ലൊരു രീതിയല്ല. എൻ്റെ അഭിപ്രായം അതാണ്. ഇവർക്ക് ഈ വെള്ളം നിലവിലിപ്പം വെള്ളം ഇല്ലാന്ന് പറയുന്നവർക്ക് വെള്ളം എത്തിക്കാൻ പാവപ്പെട്ട ആൾക്കാർക്ക് ഞാൻ കൊടുക്കാം. എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. എത്ര ആൾക്കാരൊക്കെ അവിടെ വെള്ളം വേണമെന്ന് പറഞ്ഞാൽ എൻ്റെ ചെലവിൽ, പഞ്ചായത്തിൻ്റെ അല്ല എൻ്റെ ചെലവിൽ ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. ജനങ്ങൾ അതിനെ സമീപിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വരട്ടെ ജനങ്ങൾ വരട്ടെ. അത് എന്നിട്ട് ഈ കാശുകാർ നമ്മളെ നിന്നൊക്കെ വലിയ ആളുകളാണ് അവിടെയുള്ള കൂടുതൽ. അവർ വന്നിട്ട് നമുക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞാൽ കിട്ടില്ല. പാവപ്പെട്ട ആൾക്കാരൊക്കെ എത്ര വരെ വേണമെങ്കിലും ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. അവർ പറയണം നമ്മളെ വെള്ളം കുഴപ്പമാണ്. അവർക്ക് ഞാൻ വെള്ളവും കൊടുക്കുന്നതിൻ്റെ തലയ്ക്കുന്ന ദിവസം ഞാൻ സാമ്പിൾ എടുക്കുകയും ചെയ്യും. ചെമ്മരുതി ഗ്രാമപഞ്ചായത്തിലെ നിരവധി കുടുംബങ്ങളാണ് നമ്മളോടിപ്പോൾ ചർച്ച ചെയ്തത്. അവരുടെ കുടിവെള്ള പ്രശ്നത്തെപ്പറ്റി തന്നെയാണ് കൂടുതൽ പേരും പറഞ്ഞത്. എന്തായാലും അധികൃതർ ഇത് കേൾക്കുമെന്നും ഇവർക്ക് ആവശ്യമായ പ്രതിവിധികൾ ഈ കുടിവെള്ളം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ ഇവിടെ ചോദിക്കാൻ പൂർത്തിയാക്കുന്നു. നമസ്കാരം.